അവനെ നീ എന്ത് ചെയ്യാനാ പരിപാടി? അവനാരാ? ഇതിനു മുമ്പ് അവനിയുടെ കഴുത്തിൽ താലി കെട്ടിയ ആള്. അവനിയുടെ കഴുത്തിൽ ആദ്യമായിട്ട് താലി കെട്ടാൻ പോകുന്നത് ഞാനാ. അതെല്ലാം വെറും തോന്നലാ. ദുബായിലൊക്കെ സെറ്റിലാന്നല്ലേ നീ പറഞ്ഞത്? പക്ഷേ ഒരു തേങ്ങ അറിയാതെ വന്ന് നിൽക്കുക. സൂക്ഷിച്ച് സംസാരിക്കണം നരസിംഹം. അവളുടെ കഴുത്തിൽ താലി ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ തന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്റെ അളിയൻ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത്. നമുക്ക് പോകാം, നിങ്ങൾ വാ വികാസേട്ടാ. സ്റ്റാച്ചു അങ്ങനെ പോവല്ലേ. നീ ഇന്ന് എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ പൊട്ടന്റെ കണ്ണ് ഞാൻ തുറപ്പിക്കും. താലി ഞാൻ കാണിച്ചു കൊടുക്കും. അളിയോ, കല്യാണം പോലും കഴിയാത്ത എന്റെ കഴുത്തിൽ എങ്ങനെ താലി ഉണ്ടാവാനാ? നിന്റെ നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നെ തടയില്ലടാ ബ്രോ. അയ്യോ അയ്യോ, വികാസ് വേണ്ട, അടിക്കല്ലേ. ഇപ്പൊ എന്തിനാ തല്ലിയേ? എന്റെ ഭാര്യയാകാൻ പോകുന്നവളുടെ ദേഹത്താരെങ്കിലും കൈവച്ചാ ആ കൈ ഞാൻ വെട്ടും. നീ അവളുടെ അളിയനായതുകൊണ്ടാ രണ്ടടിയിൽ ഞാനിത് ഒതുക്കിയത്. എടാ അതല്ലടാ ബ്രദറെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളുടെ കഴുത്തിൽ താലി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്രാമത്തിന് പോയി സമാധാനമായിട്ട് വരുക. ഈ മൂഡ് നശിപ്പിക്കരുത്. നിന്റെ മേൽ ഈ കാറ് കയറ്റി ഇറക്കി കേസില്ലാതെ തീർക്കും ഞാൻ. അവണി ഒരു പാവ. അവണിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. നീ കേറാവണി. രക്ഷപ്പെട്ടു പോയതിന്റെ സന്തോഷമല്ലേ അവനി? വികാസ് ഏട്ടൻ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാ. നിങ്ങൾക്ക് വികാസ് ഏട്ടനെ പറ്റിക്കാൻ കഴിയില്ല. ഇവന്റെ ബുദ്ധിയില്ലായ്മയൊക്കെ എനിക്ക് മനസ്സിലാവും. അയ്യോ, അല്ലെങ്കിലും നിങ്ങൾ സഹോദരിമാരെക്കാൾ ബുദ്ധിയുള്ളവരായിട്ട് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? അവണി, അയാളെ ശ്രദ്ധിക്കണ്ട, കേറ്. അയ്യോ അമ്മേ, അവളുടെ ദേഹത്ത് കൈവെക്കാൻ സമ്മതിക്കില്ലത്രേ. ശ്രീകറുമായിട്ട് താലി കെട്ടിട്ട് വേറൊരുത്തന്റെ കൂടെ കറങ്ങി നടക്കുന്ന എങ്ങനെ അവൻ അറിഞ്ഞാ എന്ത് ചെയ്യോ എന്തോ. ഇവൻ എന്നെക്കാ മനപ്പൊട്ടനായി പോയല്ലോ. അമ്മോ ആണ്ടവാ അമ്മ. നിന്റെ അളിയൻ ചെയ്തതിന് നീ മൂഡ് ഓഫ് ആവരുത്. നിന്റെ കഴുത്തിൽ താലി ഉണ്ടെന്ന് എത്ര പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്താ അത്ര വിശ്വാസം? എന്താണെന്ന്, നിന്റെ കഴുത്തിൽ താലി ഇല്ലെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട്. നമ്മള് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നോക്കിയിരുന്നു. നിങ്ങൾ ചെയ്തതൊരു നല്ല കാര്യമാണോ? നിന്നെ സംശയിച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല. നരസിംഹത്തിനെ പോലുള്ളവര് ഇനി ഒരിക്കലും നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊന്നല്ല, മറ്റാരുടെ അടുത്തും ചെല്ലരുത്. അതിനു വേണ്ടി ചെയ്തതാ. ഐ എം സോറി. നീ ഒരു നല്ല കുട്ടിയാ, കള്ളം പറയില്ല. നിന്റെ കഴുത്തിൽ താലിയില്ലെന്ന് എനിക്ക് ക്ലാരിറ്റി കിട്ടി. എത്ര പേർക്കിടയിലും ഞാൻ അത് തുറന്നു പറയും. അപ്പൊ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇവൻ നോക്കിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പെട്ടുപോയനെ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഞാനൊന്ന് അകത്തേക്ക് ചെല്ലട്ടെ, നിങ്ങൾ പോയിക്കോളൂ. അത്ര ദൂരത്തേക്ക് കൊണ്ടുപോയി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ? അകത്തേക്ക് വരാതെ പോകുന്നത് ഒരു നല്ല കാര്യമാണോ? എല്ലാരോടും പറഞ്ഞിട്ട് പോയിക്കോളാം. വാ.
വേദവതി അമ്മേ, ശ്രീകർ ബ്രോ, എല്ലാരും പുറത്തേക്ക് വരൂ. ഓ, നിങ്ങൾ എത്തിയോ? എന്റെ ഭാവി ഭാര്യയെ ഞാൻ പൂക്കൾ കൊണ്ടുവരുന്ന പോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പൂവിന് കേടുപാടൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇവനാള് കൊള്ളാലോ. യാത്രയില് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ മോളെ? പരാവണി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്നിട്ട് അമ്മയോട് നീ എന്താ പ്രാർത്ഥിച്ചേ? ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഇവള് പറഞ്ഞല്ലേ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോകുന്നതെന്ന്. ഭാവി ഭർത്താവിനെ കുറിച്ചാ നിഹാരിക? ആ അത് തന്നെ, ഭാവി ഭർത്താവിനെ കുറിച്ച് തന്നെ. അവിടുത്തെ അമ്മയുടെ മുമ്പില് 11 തേങ്ങകൾ ഉടച്ചവൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അവനി. എത്ര ആലോചിച്ചിട്ടും അതെനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ നീ ആ ഗ്രാമത്തിലേക്ക് പോകേണ്ട കാര്യം എന്തായിരുന്നു? മറ്റൊരു കാര്യം, ഈ കല്യാണം ഒരു തടസ്സങ്ങളും ഇല്ലാതെ നടക്കാൻ അവൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെവിടുന്നാ വരുന്നെന്ന് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. അതെന്റെ ഫോണിൽ നിന്ന് വരുന്നതാ. അതെടുത്തൊന്ന് കട്ട് ചെയ്യേണ്ട പൃഥ്വിരാജേട്ടാ. സിറ്റുവേഷൻ ഒട്ടും അങ്ങ് മാച്ച് ആവുന്നില്ലല്ലേ? മൊത്തത്തിൽ നെഗറ്റീവ് ആവുന്നുണ്ട്. ഓ, നെഗറ്റീവ് ടോക്സ് ആണെങ്കിലും നെഗറ്റീവ് മനുഷ്യരെ ആണെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് നീ തന്നെ പറയണം. എന്താ പറഞ്ഞേ? അത് നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് പറയുമായിരുന്നു. മോളുടെ ആഗ്രഹമൊക്കെ നിറവേറിയില്ലേ? ഇനി നിനക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. അതെ അമ്മേ, എന്റെ ആഗ്രഹങ്ങൾ നിറവേറി. ഇനി എന്റെ നേരെ ആരൊക്കെ എത്രയൊക്കെ വിധത്തിൽ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ പ്രയത്നങ്ങൾ മുന്നോട്ട് പോവില്ല. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഒരുക്കങ്ങളൊക്കെ വേഗം തുടങ്ങണേ വേദവതി അമ്മേ. നല്ലൊരു ദിവസം നോക്കി അത് തുടങ്ങാൻ മോനെ. താങ്ക്സ് അമ്മേ. എന്നാ ശരി, ബൈ. ആ ബൈ ബ്രോ. ബൈ. ബൈ ബൈ അവണി. ആ വിക്കി, നിന്നോടൊന്ന് സംസാരിക്കണം. ഞാനും വരുന്നുണ്ട്. ആ എന്നാ ഞാൻ ഇപ്പൊ വരാമേ. ശരി മോളെ. പോയ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? ഇനി സന്തോഷമായിട്ടിരിക്കെ. പോയ കാര്യം സാധിച്ചിട്ട് വരണമെന്ന് ആശീർവദിച്ചതല്ലേ? നിങ്ങളുടെ ആശീർവാദത്തിന്റെ ബലം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയേട്ടാ. എന്തോ രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിയതുപോലെയാണല്ലോ സംസാരം. മെഡലിനേക്കാളും മൂല്യമുള്ളതാ സ്വന്തമാക്കിയത്. ചില സമയത്ത് ആവനി പറയുന്നതൊന്നും മനസ്സിലാവുന്നേയില്ല. അതൊക്കെ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലായിക്കോളും ചേട്ടാ. മോളെ അവനി, നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്താ ഉണ്ടായെന്നറിയോ? അവനിന്ന് വിളിച്ച് ശ്രീകർ ഇവിടെ ഉറക്കെ എല്ലാവരും പേടിപ്പിക്കുന്ന പോലെ നിലവിളിച്ചു. ഞങ്ങൾക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് തന്നെയായിരിക്കും നീ അമ്പലത്തിലേക്ക് എത്തിയത് മോളെ. കല്യാണത്തെക്കുറിച്ച് ചിലപ്പോൾ പ്രാർത്ഥിച്ചു കാണും. ഇവിടെ ശ്രീകർ അതേ സമയത്താണ് നിന്നെ വിളിച്ചത്. എന്തുകൊണ്ടെന്നാ ശ്രീകർ നിന്റെ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നത് കൊണ്ട്. അപ്പോ ഞാൻ ഈ താലി എന്റെ കഴുത്തിലിട്ട സമയം തന്നെ അത് സംഭവിച്ചെന്ന് സാരം. ഞാനാണെങ്കിൽ അവനെല്ലാം ഓർമ്മ വന്നു കാണും, അതുകൊണ്ട് അങ്ങനെയൊക്കെ വിളിച്ചെന്ന് കരുതി മോളെ. നിങ്ങൾക്ക് എന്നെ ഓർമ്മ വന്നിരുന്നു ചേട്ടാ? എന്റെ പേര് നിങ്ങൾ വിളിച്ചു ചേട്ടാ? എനിക്കതൊന്നും കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഞാൻ നിന്റെ പേര് വിളിച്ചു എന്നൊക്കെ ഇവരെല്ലാരും പറഞ്ഞതാ. ഇതൊക്കെ അമ്മയുടെ സിദ്ധിയാ. അപ്പോ ഭാവി ഭാര്യയുടെ കൂടെയുള്ള നിന്റെ യാത്ര അത്ര നല്ലതായിരുന്നെന്ന് സാരം. വളരെ ഹാപ്പിയായി, വളരെ കൂളായി പോയി വന്നു. ബട്ട് ഒറ്റ കാര്യത്തിൽ മാത്രം വല്ലാത്ത സങ്കടമായി. എന്ത് കാര്യത്തില്? അത്ര സുന്ദരിയായൊരു കുട്ടി
അത്ര ദൂരം എൻ്റെ കാറിൽ എൻ്റെ അടുത്തിരുന്ന് യാത്ര ചെയ്തിട്ടും ഞാൻ അവളെ ജസ്റ്റ് ഒന്ന് ടച്ച് പോലും ചെയ്യാതെ കൺട്രോൾ ചെയ്ത് നിന്നപ്പോൾ ശരിക്കും വിഷമമാണ് എനിക്ക്. എൻ്റെ മനസ്സ് കീഴടക്കിയ പെണ്ണിനെ ഇങ്ങനെ നോക്കി ഇത്ര മണിക്കൂർ നിൽക്കുന്നത് എൻ്റെ ലൈഫിൽ ഇതാദ്യമായിട്ടാ. അവണിയെപ്പോലെയുള്ള ഒരു അത്ഭുതത്തെ വളരെ അടുത്ത് നിർത്തിയിട്ട് കൺട്രോൾ ചെയ്യുന്നത് എത്ര പാടാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ, കുറച്ചു ദിവസം കൂടി കാത്തിരിക്ക്. 6-ാം തീയതിക്ക് ശേഷം ആവനി നിന്റെ സ്വന്തം ആയിക്കോളും. അപ്പൊ നിനക്ക് എതിര് പറയാനും ആരും ഉണ്ടാകില്ല, ആവനി ഉൾപ്പെടെ. കല്യാണം കഴിഞ്ഞ അവണി എന്തായാലും എൻ്റെ തനിനിറം എന്താണെന്നറിയും. ഓൾറെഡി അവൾക്ക് എല്ലാം അറിയാടെ പൊട്ട. എൻ്റെ കാര്യം വിട്, നിന്റെ കെട്ടിയവനെന്ത് പറയുന്നു? കഴിഞ്ഞതൊന്നും ഓർമ്മ വരാത്തിടത്തോളം കാലം ഒരു പ്രശ്നവും ഇല്ല. എങ്ങാനും എല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞാ ആവനിയുടെ പുറകെ തന്നെ പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് 6-ാം തീയതി ആകുന്നത് വരെ നമ്മൾ രണ്ടും ശരിക്കും അലേർട്ടായിട്ടിരിക്കണം. നിൽക്കാം. ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ക്ഷമ കാണിക്കുന്നുണ്ട്. വിജയത്തിന്റെ വളരെ അടുത്തെത്തി നിൽക്കുക. കല്യാണം വരെ ഇങ്ങനെ സൈലന്റായി നിൽക്കാം. അത് കഴിഞ്ഞ അവണി എൻ്റെ കൂടെയും ശ്രീകർ നിന്റെ കൂടെയും ഉണ്ടാകും. ഈ കുടുംബം മൊത്തം നമ്മുടെ മുമ്പിൽ അടിമകളായി ജീവിക്കും. ബൈ. ശരിക്കും നീ ആ ഗ്രാമത്തിലേക്ക് പോയത് എന്തിനാണെന്ന് എനിക്ക് കണ്ടെത്തണം. പരമശിവന് കാളക്കൂടെ വിഷം കഴിക്കേണ്ടി വന്നപ്പോ പാർവതി ദേവി എതിര് പറഞ്ഞില്ല. കാരണം അവരുടെ താലിയുടെ മേൽ അവർക്കുള്ള വിശ്വാസം. ഭദ്രാചലത്തിൽ രാമന്റെ കല്യാണവും തിരുമലയിൽ വെച്ച് ശ്രീനിവാസന്റെ കല്യാണവും യാദാദ്രിയിൽ വെച്ച് നരസിംഹസ്വാമിയുടെ വിവാഹം നടന്നപ്പോഴും ഏതമ്പലത്തിൽ വെച്ചും ഏത് ദേവീദേവന്മാരുടെ കല്യാണം നടന്നപ്പോഴാണേലും ഈ താലി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരടയാളമാണ്. കാരണം ഈ താലി അത്രയ്ക്ക് പവിത്രമാണ്. രണ്ടുപേർക്കിടയിലുള്ള സ്നേഹബന്ധത്തിന് വലിയ ശക്തി പ്രസാദിക്കുന്നതായത്. ഇന്നെനിക്ക് താലിയുടെ മഹത്വം എന്താണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലായി. അവിടെ ആ ഗ്രാമത്തിൽ വെച്ച് അമ്മയുടെ മുന്നിൽ വെച്ച് ഈ താലി എന്റെ കഴുത്തിൽ കയറിയുടനെ ഇവിടെ എന്റെ ഏട്ടൻ എന്റെ പേര് വിളിച്ചത്രേ. എനിക്ക് നന്മ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതല്ലേ തെളിവ്? എന്റെ ഭർത്താവിനെ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് കരുതാൻ ഏറ്റവും നല്ല സൂചന ഇത്. 6-ാം തീയതി ഇങ്ങ് അടുത്ത് വരികയാണ്. നിഹാരിക ശ്രീകരേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കല്യാണ മുഹൂർത്തത്തിന്റെ സമയം ഇങ്ങ് എത്തുന്നതിന് മുമ്പേ എന്റെ താലി ലഭിച്ചതുപോലെ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് കണ്ടെത്തി തരണേ അമ്മേ. ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയ എന്നെ എന്റെ ഏട്ടനെയും ആർക്കും വേർപെടുത്താൻ കഴിയില്ല. ഇതിനുള്ളിൽ ഏട്ടനെല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞ അതിനേക്കാൾ വലിയ ബലം എനിക്ക് മറ്റൊന്നും ഉണ്ടാവില്ല. എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ആദ്യം എന്റെ വാ കൂടെ മോളെ. വാ മോളെ. ഗൗതമി, എന്താ കാര്യം? ഇന്നലെ വികാസും അവനെയും ഗ്രാമത്തിലേക്ക് പോയിരുന്നില്ലേ?
യാത്രക്കിടയില് വികാസ് ആവനിയുടെ കഴുത്തില് താലി ഉണ്ടോന്ന് നോക്കിയിരുന്നത്രേ. അവളുടെ കഴുത്തില് താലി ഇല്ലെന്ന് പറഞ്ഞു. ആണോ? അതേന്നെ. നീയാണെങ്കി ആവനിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ആവനിയുടെ കഴുത്തിലെ താലി എവിടെ പോയി? ആ നരസിംഹം എന്ന് പറയുന്നവൻ പറയുന്നത് വിശ്വസിക്കരുത്, അവനൊരു കുടിയനാണെന്നൊക്കെ ഞങ്ങൾ വികാസിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ ഇപ്പൊ സത്യമായിട്ടും താലി ഇല്ലെന്നാ പറയുന്നത്. വിക്കിക്ക് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നുണ്ട്. അകത്തുള്ള താലി വിക്കിക്ക് പുറത്ത് എങ്ങനെയാ കാണാൻ പറ്റുന്നേ? അവന് ഉറങ്ങുന്ന സമയത്ത് ചെക്ക് ചെയ്താണത്രേ. നോ ചാൻസ്. ആ താലി ഞാൻ ആദ്യമായിട്ട് അമ്പലത്തിൽ വെച്ചാ കണ്ടത്. രണ്ടാം തവണ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പാ കണ്ടത്. കഴുത്തിൽ ആ താലി ഇല്ലെങ്കിൽ അവനിക്ക് ഭ്രാന്ത് പിടിക്കും അമ്മേ. വിക്കിക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിലൊരു സംശയവും ഇല്ല. അവൻ ഒരു കുറുക്കനാടി. അവൻ അബദ്ധത്തിൽ പോലും അങ്ങനൊന്നും കാണിക്കില്ല. നല്ലത് ചെയ്യുന്ന കാര്യത്തില് അവനെ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനത്തെ തോന്നിയാസം കാണിക്കുന്ന കാര്യത്തിൽ അവനെ വിശ്വസിക്കാം. താലി ഇല്ലെങ്കിൽ പിന്നെ അവന് എത്രയ്ക്ക് കൂളായിട്ട് നിക്കില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് അത്ഭുതം തോന്നുവാ. നിഹാരിക, താലി ടോപ്പിക്ക് അവൻ കേട്ടെന്നാ തോന്നുന്നേ. നമ്മൾ ഈ വീട്ടിൽ എവിടെ നിന്ന് സംസാരിച്ചാലും വികാസിന്റെ കണ്ണിലും ചെവിയിലും അതെല്ലാം എത്തുന്നുണ്ട്. എന്തിനാ ഈ രഹസ്യ സംഭാഷണം? സംഭാഷണോ? അങ്ങനൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒളിച്ചു നിന്ന് സംസാരിക്കുന്നേ? വെറുതെ എങ്ങനെ വന്നതാ. നിങ്ങളൊക്കെ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? എന്തിനാ അങ്ങനെ കരുതുന്നേ? വഞ്ചിക്കുകയാണോന്നൊരു സംശയമുണ്ട് എനിക്ക്. അതെന്താ ഇപ്പൊ അങ്ങനെ? നിങ്ങൾ ഫെയർ ആയിട്ട് നിന്നില്ലെങ്കിൽ നിങ്ങൾക്കാ നഷ്ടം. ഇപ്പറഞ്ഞത് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ. ആവനിയുടെ കഴുത്തിലെ താലി നോക്കിയിരുന്നല്ലേ? അമ്മ പറഞ്ഞല്ലോ. ആ കാര്യം ഞാൻ ഫോൺ ചെയ്ത് പറയണമെന്ന് വെച്ചതാ. അവനിയുടെ അളിയൻ നരസിംഹം വന്ന് ടെക്സ്റ്റൈൽസിന് മുന്നിൽ വെച്ച് കണ്ടപ്പോ അവനിയുടെ കല്യാണം കഴിഞ്ഞതാ, കഴുത്തിൽ താലി ഉണ്ടാകുമെന്ന് പറഞ്ഞ നിമിഷം തൊട്ട് എന്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡായി. ഇന്നലെ പക്ഷേ ആ കാര്യത്തിൽ ഫുൾ ക്ലാരിറ്റി കിട്ടിയെന്ന് കൂട്ടിക്കോ. ഒരുപാട് സമാധാനമായി. അവനിയുടെ കഴുത്തിൽ താലിയില്ലെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി. സോ അവനിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ദാറ്റ്സ് ഓൾ. എത്ര കോൺഫിഡന്റ് ആയിട്ടാ പറഞ്ഞെന്ന് കേട്ടോ. ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായോ? ഞാൻ വിശ്വസിക്കില്ല. ഇതിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. അത് ഞാൻ കണ്ടെത്തിയിരിക്കും. ഇവരുടെ കല്യാണത്തിനുള്ള ഒരുക്കം തുടങ്ങും മുമ്പേ എന്തൊക്കെ ടെസ്റ്റുകളാ വരുന്നേ. അപ്പൊ ആ കല്യാണം നടക്കുമ്പോഴേക്കും എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. അവന് എന്തെങ്കിലും മായാജാലം കാണിക്കുമെന്തോ. ചേച്ചി, ചേച്ചി, ഇന്നലെ വരെ വിഷമത്തിലായിരുന്നല്ലോ. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ നീ ഇപ്പൊ. എന്താ കാര്യം? ശ്രീകറിന് ഭേദമായോ? നിന്നെ ഓർമ്മ വന്നോ അവന്? അങ്ങനെ ഒരു ദിവസം എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്നാൽ എവിടുന്നാ കിട്ടിയത്? ആ ഗ്രാമത്തിലെ അമ്മയുടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് കിട്ടി. നന്നായി. ഇത്ര വിശ്വാസത്തോടെ നീ അപ്പൊ അങ്ങോട്ടേക്ക് പോയത്. അതെന്തായാലും നിനക്ക് ഉപകാരപ്പെട്ടു. ചേച്ചി, എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്നോ? ആ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്ത രാത്രി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടില്ല. എന്നിട്ട് പോലും എന്റെ താലി ആ അമ്മയുടെ അടുത്തായിരുന്നു.
അവിടുത്തെ അമ്മ എന്റെ താലി ആ അമ്മയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി എന്റെ ഏട്ടന്റെ ജീവൻ തിരിച്ചു കൊടുത്തു. നീ വളരെ നല്ല മനസ്സുള്ള ഒരാളായതുകൊണ്ടാ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും അവസാനം നിനക്ക് നല്ലത് സംഭവിക്കുന്നത്. ഏട്ടൻ കെട്ടിയ താലി ഇല്ലാതെ നിന്ന് അത്രയും നേരം എനിക്ക് സ്വയം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയതാ. ഇപ്പൊ മനസ്സമാധാനമുണ്ട്. താലി കിട്ടിയതുപോലെ നിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ ലഭിച്ചേനെ.